ഒരു കാര്യം ചെയ്യാം, പറയാൻ മറന്നു വെച്ച അല്ലെങ്കിൽ ഇതുവരെ പറയാൻ ശ്രമിച്ച് പറയാതെ പോയ ഒരു പൊട്ടിപ്പോയ പ്രണയത്തിന്റെ കഥ ഒരു പ്രണയത്തിന്റെ കഥ പറയും. അയ്യോ, അവന് ഓർമ്മ വരത്തില്ല. 10-60 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കണമെങ്കിൽ ഇനി പാടാണ്. തങ്കു, ഇനി സമയമുണ്ട് തങ്കുന് അല്ലേ? മനസ്സിലങ്ങനെ പറയാൻ മറന്നു വെച്ചൊരു പ്രണയമില്ലേ? പ്രണയം അടുക്കും തോറും അകലം കൂടുന്ന മഹാസാഗരം. അലഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരുപാട്. ഞാൻ ശരിക്കും ചോദിക്കുക, ഒരുപാട് അക്കൗണ്ട് കാലിയായിട്ടുണ്ട്. അത് രാവിലെ ഒരാൾ എനിക്ക് ഒരു കുട്ട പൂവുമായി എന്റെ വീട്ടിന്റെ മുന്നിൽ. ഏത് കുട്ടനാ പൂവായിട്ട് വന്നേ? കുഴപ്പമില്ല, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. സാധാരണ എക്സസൈസിൽ വരുന്ന പൂക്കാരനായിക്കോട്ടെ. ശരി, ഇത്തവണ ആർക്കൊക്കെ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കിട്ടി? ശ്രീവിദ്യ. എന്താന്നറിയാ, ഇവിടെ പലർക്കും കിട്ടി, ഞാനത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് മാത്രമേ പറയാനുള്ള അവകാശമുള്ളൂ. ബാക്കിയുള്ളവരുടെ അവിഹിതം എന്റെ പ്രണയവുമാണ്. ഒന്ന് പറഞ്ഞാ പോരെ? എത്രണ്ണം പറയാൻ പറ്റും? ഒരു 2. ഇപ്പൊ ഏതാ പറയട്ടെ? ഗിഫ്റ്റ് കിട്ടിയതാണോ പഴയതാണോ? പഴയത് മതി. അയ്യോ, പഴയത് എനിക്ക് നല്ലൊരു പ്രണയം ഉണ്ടായിരുന്നു. എന്റെ ജൂനിയർ ആയിരുന്നു. പക്ഷെ ഞാൻ അങ്ങ് തേച്ചെന്ന്. അല്ലല്ല, എനിക്ക് പറയാൻ പറ്റിയില്ല. അതിപ്പോഴും എനിക്ക് ഭയങ്കര വിങ്ങല. കാരണം അപ്പൊ എനിക്ക് വേറൊരു പ്രണയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് പറയാൻ പറ്റിയില്ല. എന്നിട്ട് അപ്പൊ പുള്ളി ഇത് തന്നെ സ്ഥിരം പരിപാടി. പിന്നെ കിട്ടിയില്ല. ഒരാള് മനസ്സ് തുറക്കാൻ പോവാണ്. നമ്മുടെ ബിനീഷ് ബാസ്റ്റിന്റെ പ്രണയത്തെ കുറിച്ച് ഈ വാലന്റൈൻസ് ഡേയിൽ നിങ്ങൾ പ്രേക്ഷകർക്കായി ബിനീഷ് ബാസ്റ്റിൻ മനസ്സ് തുറക്കുന്നു. അവന്റെ മനസ്സാകുമ്പോ പൊട്ടിത്തെറിക്കും ചിലപ്പോ. പറയാൻ പോടാ, ആര് കേൾക്കാൻ? ഇത് ആർക്ക് വേണ്ടിയാ? ഞാൻ അമ്മച്ചിക്ക് എപ്പോഴും ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. പഴംപൊരിയായിട്ട് രാത്രി വീട്ടിലേക്ക് ചെല്ലും, മീനുകളായിട്ട്. അപ്പൊ ഒരു കഥ ഞാൻ പറയാം. സമയത്ത് കണ്ടതാണ്. അപ്രതീക്ഷിതമായി ബിനേഷ് വീട്ടിലേക്ക് കടന്നു വരുന്നു. അവൻ ബിനീഷ് അവരുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. അപ്പൊ അമ്മച്ചി അവിടെ നിന്നിട്ട് ഇങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്തോണ്ടിരിക്കുക. അമ്മച്ചേ, അപ്പൊ അവിടുന്ന് ബിനീഷ് വിളിക്കുന്നു, അമ്മച്ചിയുടെ ബ്ലൗസ് അല്ലേ മൈക്ക് കുത്തി വെച്ചിട്ട്, ബിനീഷോ എന്തുവാടാന്ന്. ശരി, പിന്നെ കേക്കട്ടെ, ഇത്തവണത്തെ വാലന്റൈൻസ് ഡേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വാലന്റൈൻസ് ഡേ ആയിരുന്നു കേട്ടോ ടീമിനുണ്ടായിരുന്നേ. കേക്കട്ടെ ടീമേ. ഞാൻ ഈ മീന് പൊതിയുന്ന കവറിൽ ഒരു 12 റോസപ്പൂ എടുത്തിട്ട് പൊതിഞ്ഞ് അമ്മച്ചേ ഒരു പിച്ചാങ്കത്തി എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അമ്മച്ചി മീനാന്ന് ഓർത്തിട്ട് കയ്യിലെടുത്ത് ഉണക്ക മീനാണെന്ന് വെച്ച് എടുത്ത് ഇങ്ങനെ ഇടാൻ പോയപ്പോ റോസപ്പൂ നിറച്ച് 12 റോസപ്പൂ ചട്ടിയിലേക്ക്. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു. എന്നെ അമ്മച്ചി പ്രണയിച്ച കല്യാണം കഴിച്ചത്. അടിപൊളി. ആ പ്രണയം ഞങ്ങൾക്ക് കിട്ടിയില്ല. നീ വിഷമിക്കണ്ട. അല്ല, നീ പാട്ടൊന്ന് നിർത്തി നോക്കിയേ, ചിലപ്പോ നിന്നെ ആരെങ്കിലും പ്രണയിച്ചേക്കും. ചിലപ്പോ നല്ല അത് നടക്കും. അല്ല, എന്റെ അമ്മച്ചി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. അമ്മച്ചി പ്രണയിച്ചാണോ കല്യാണം കഴിച്ചത്? ടീമിന്റെ അമ്മച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് അമ്മച്ചി. അപ്പച്ചൻ മരിച്ചിട്ട് 13 വർഷമായി. അപ്പൊ അപ്പച്ചൻ തട്ടാനായിരുന്നു, സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. തട്ടാൻ വന്നിട്ട് തട്ടിക്കൊണ്ടുപോയി അമ്മച്ചിനെ. അപ്പൊ അങ്ങനെ അമ്മച്ചിക്ക് ആ സമയത്ത് നല്ല വണ്ണമൊക്കെ ആയിരുന്നു, നല്ല സുന്ദരിയായിരുന്നു. ശരി, ഇപ്പോഴും സുന്ദരി തന്നെയാ. ഏറ്റവും വലിയ പ്രത്യേകത അച്ഛന് സ്വർണവും കിട്ടി, അവന് വെള്ളിയും കിട്ടി. ഇനി ജസീല പലപ്പോഴും ഭയങ്കര ഓപ്പൺ ഹാർട്ടഡ് ആയിട്ട് സംസാരിക്കാറുള്ള ഒരാളാട്ടോ. ഏത് ഹോസ്പിറ്റലില് ഓപ്പൺ ഹാർട്ട്? ഇതിനു മുമ്പ് ജസീലയുടെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. ജസീൽ അതിനെ പറ്റി റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ടാറ്റു ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരാളെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ലൈഫ് ലോങ് അവർ കൂടെ ഉണ്ടാവും. എന്റെ കൂടെ ജീവിതകാലം ഞാനുണ്ടാവും. അതുകൊണ്ട് എന്റെ പേര് ഒന്ന് വായിപ്പിക്കട്ടെ. അയ്യോ, അക്ഷരം റിപ്പോർട്ടല്ലേ അത്? ചെയ്ത് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. അപ്പൊ ഇത്രേ ഉള്ളൂ. എന്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ എന്റെ പേരിനെ എഴുതുള്ളൂ, ഞാൻ റിസ്ക് എടുത്തില്ല. ശരി, നമ്മുടെ ഐശ്വര്യ എത്തിയിട്ടുണ്ട്. പുതിയ ഒരു ഫാമിലി മെമ്പർ ആണ് നമ്മുടെ സ്റ്റാർ മാജിക്കില്. എവിടുന്നാ വരണേ? ഞാൻ എറണാകുളം ജില്ല തന്നെയാണ്, ഇരുമലപ്പടി എന്ന് പറയും. ഒരു നോർത്തി ലുക്ക് അല്ലേ, മലയാളി ലുക്ക് അല്ലല്ലോ? ശരിക്കും മലയാളിയാണോ? മലയാളി തന്നെ. ശരി, എന്താ ചെയ്യണേ? ഞാൻ ഫാർമഡി ഗ്രാജുവേറ്റ് ആണ്, ഫാർമസി. കുറച്ചു പേർക്ക് ഗുളികളൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ, അതൊക്കെ സജസ്റ്റ് ചെയ്യാലോ അല്ലേ? ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണില്ല. നോ പ്രോബ്ലം. ശരി, നേരെ ഞാൻ പറയട്ടെ, നമ്മൾ കല്യാണം കഴിഞ്ഞവർക്ക് വരൂ. ഇവിടെ കല്യാണത്തിന് മുമ്പുള്ള കഥകൾ മാത്രം മതി. അച്ഛനും അമ്മയും കാണാതെ മതിലിന്റെ ഇപ്പുറത്ത് നിന്ന് ഇതുവരെ യൂട്യൂബായി ഷൂട്ട് ചെയ്യുന്നു, ടെഡി ബെയർ ഇട്ട് കൊടുക്കുന്നു. കല്യാണത്തിന് ശേഷം ഇപ്പോഴത്തെ കഥ പറയും. ചേട്ടാ, ആ ബിയർ അല്ല, ടെഡി ബെയർ, പാവക്കുട്ടി. ഞങ്ങള് ശരിക്കും ഞങ്ങളുടെ ലൈഫില് ഒരു വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് ഇപ്രാവശ്യമാണ്. ശരിക്കും ഇന്നലെ ഞങ്ങൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനൊക്കെ പോയി. ഒരു ബേബി ആയതിനു ശേഷമാണ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നത്. ശരി, ഓക്കെ. തങ്കച്ചന്റെ വീട്ടിലും കത്തിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചാൽ അത് തീയണേ. അത് കൊള്ളാല്ലേ?
ശരി, ഓക്കെ. ഒരു സാധനം ഇടയിൽ പറയാൻ വിട്ടുപോയി. അയ്യോ, ഇവ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഒരു ഗവൺമെന്റ് അംഗീകൃത കപ്പിൾ എന്ന രീതിയിൽ പ്രണയം എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ തക്ക എനിക്ക് മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ്, ഇതേ അത് കിട്ടിയില്ല ഒന്നുകൂടി ചെയ്യണം. ആ ക്ലോസ് കിട്ടിയില്ല, ഒന്നുകൂടെ ചെയ്യണേ. ക്ലോസ് കിട്ടിയില്ല. ക്ലോസ് കിട്ടിയില്ല എന്ന് പറഞ്ഞു, ഡൂപ്പിട്ടോട്ടെ. ഗവൺമെന്റ് അംഗീകൃത എന്ന് പറയുന്നത് ഒഫീഷ്യലി ലൈസൻസ് എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞേട്ടോ. അതൊരു കള്ളനെ പോലെ പമ്മി കൊടുക്കേണ്ട ആവശ്യം എന്തോ ഒരു ഭർത്താവിന്. മറുത്ത് നിൽക്കാം. ഓക്കെ ഗൈസ്, ശരി, ഓക്കെ.